നിയമവിരുദ്ധ തടങ്കലുകൾ, വീട് തകർക്കലുകൾ, നാടുകടത്തലുകൾ, കസ്റ്റഡി അതിക്രമങ്ങൾ തുടങ്ങിയ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ പതിവ് ഭരണകൂട നടപടികളായി മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. ഭരണകൂട വിമർശനങ്ങളെ നിശബ്ദമാക്കാനും എതിർപ്പുകളെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അമർച്ച ചെയ്യാനും അത്തരം അപരിഷ്കൃതവും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ തത്വങ്ങളെ കാറ്റിൽ പറത്തിയുമുള്ള കിരാത നടപടികൾക്ക് യാതൊരു വിമുഖതയുമില്ലാത്ത ഭരണകൂടങ്ങളാണ് കേന്ദ്രത്തിലും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും അധികാരം കൈയാളുന്നത്. നിരപരാധികളും ഭരണകൂട രാഷ്ട്രീയത്തിന്റെ പുറംപോക്കുകളിൽ ഒതുക്കപ്പെട്ടവരുമായ മതന്യൂനപക്ഷങ്ങൾ, ദളിത്, ആദിവാസി സമൂഹങ്ങൾ തുടങ്ങിയവരാണ് ഇത്തരം ക്രൂര ഭരണകൂട അതിക്രമങ്ങൾക്ക് ഇരകളാകുന്നവർ ഏറെയുമെന്ന് സമകാലിക സംഭവ വികാസങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. സുപ്രീം കോടതി അടക്കം നീതിപീഠങ്ങൾ കാലാകാലങ്ങളിൽ പുറപ്പെടുവിച്ചിട്ടുള്ള നിബന്ധനകളൊന്നും അത്തരം നടപടികളിൽ നിന്നും അധികാരികളെയോ രാഷ്ട്രീയ നേതൃത്വത്തെയോ പിന്തിരിപ്പിക്കുന്നില്ലെന്നും നിർബാധം തുടരുന്ന നിയമ മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. രാഷ്ട്രീയ വൈര നിര്യാതനത്തിനും നിക്ഷിപ്ത ലക്ഷ്യങ്ങളോടുകൂടിയ വികസന പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ ആയുധമായും അത്തരം ഭരണകൂട നടപടികൾ പ്രയോഗിക്കപ്പെടുന്നതും അസാധാരണമല്ലാതായിരിക്കുന്നു. ഇരുട്ടിന്റെ മറവിലും കോടതികൾ പ്രവർത്തിക്കാത്ത അവധി ദിവസങ്ങളും തടസ്സം കൂടാതെ അത്തരം നടപടികൾ പ്രാവർത്തികമാക്കുക പതിവ് രീതിയും തന്ത്രവുമായി മിക്ക ജനാധിപത്യ വിരുദ്ധ ഭരണകൂടങ്ങളും മാറ്റിയിരിക്കുന്നു. ജീവനും സ്വത്തിനും മനുഷ്യാവകാശങ്ങൾക്കും പൗരസ്വാതന്ത്ര്യങ്ങൾക്കും വിരുദ്ധമായ അത്തരം നടപടികൾക്കെതിരെ രാപ്പകൽ പ്രവൃത്തി, അവധി ദിവസ ഭേദമന്യേ ഏത് സമയത്തും നീതിപീഠ ഇടപെടലിന് രാജ്യത്ത് വഴിയൊരുങ്ങുന്നതിന്റെ സൂചനയാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട സുപ്രീം കോടതി 3-അംഗ ബെഞ്ച് ജീവൻ, സ്വാതന്ത്ര്യം തുടങ്ങിയവ ഉൾപ്പെട്ട നിയമവിരുദ്ധ തടങ്കൽ, ആസന്നമായ വീട് തകർക്കൽ, നാടുകടത്തൽ, കസ്റ്റഡി അതിക്രമങ്ങൾ തുടങ്ങിയ ഭരണകൂട അതിക്രമങ്ങൾക്കെതിരെ പൗരന്മാർക്ക് രാപ്പകൽ ഭേദമന്യേ നീതിപീഠത്തിന്റെ വാതിലിൽ മുട്ടിവിളിക്കാൻ ഉതകുന്ന പൊതുവായ നടപടിക്രമത്തിന് രൂപം നൽകുന്നത് പരിഗണിക്കുമെന്ന് ചൊവ്വാഴ്ച സമ്മതിച്ചു. സുപ്രീം കോടതി അഭിഭാഷക മഹരാ വിശ്രൻ നൽകിയ ഒരു പരാതി കേൾക്കവെയാണ് ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ച അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രതികരണ സമയം ഒരു മണിക്കൂറായി കുറയ്ക്കുന്നതിന് ഉതകുന്ന SOPയുടെ ആവശ്യകതയോട് യോജിപ്പ് പ്രകടിപ്പിച്ചത്. ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായ രാത്രികാല അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഭരണകൂട നടപടികൾ കോടതിക്ക് ചേരാത്ത സമയങ്ങളിലും വാരാന്ത്യങ്ങളിലും കോടതി അവധിക്കാലങ്ങളിലുമാണ് നടക്കുന്നതെന്ന വസ്തുത അഭിഭാഷക പരാതിയിൽ ഉന്നയിച്ചിരുന്നു. ഘടനാപരവും സ്ഥാപനപരവുമായ പ്രവർത്തന രീതികളുടെ അഭാവത്തിൽ യഥാസമയം ഭരണഘടനാ നീതിപീഠങ്ങളെ സമീപിക്കാനാവാത്തത് അപരിഹാര്യമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. കോടതികളുടെ സമയക്രമത്തിന്റെ അതിരുകൾക്കുള്ളിൽ പരിമിതപ്പെടുത്താവുന്നവയല്ല സ്വാതന്ത്ര്യ സംരക്ഷണമെന്നും അവർ വാദിച്ചു. ഒരു ഭരണഘടനാ ജനാധിപത്യത്തിൽ രാത്രിയുടെയോ സമയത്തിന്റെയോ പേരിൽ ഭരണഘടന നിശബ്ദമാവുകയോ സ്വാതന്ത്ര്യ സംരക്ഷണത്തിനായി കോടതി മണി മുഴങ്ങുന്നതുവരെ കാത്തിരിക്കാനാവുകയോ ഇല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. നീതിയുടെ പ്രാപ്യത സിദ്ധാന്തങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഭരണഘടനാ പരിഹാരം എല്ലായ്പ്പോഴും ലഭ്യമാകണമെന്നും അവർ വാദിച്ചു. രാജ്യത്ത് നിലനിൽക്കുന്ന സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് പ്രവണതകളുടെ പശ്ചാത്തലത്തിലും ദിനംപ്രതി എന്നോണം രാജ്യത്തെമ്പാടും അരങ്ങേറുന്ന ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ഭരണകൂട നടപടികളുടെ വെളിച്ചത്തിലും നിർണായക പ്രാധാന്യമുള്ള നീതിപീഠ ഇടപെടലുകളിലേക്കാണ് അഭിഭാഷക മഹരാ വിശ്രന്റെ പരാതി ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ സമയത്തിന്റെ അതിരുകളെ മറികടന്ന് നീതി നിർവഹണം സാധ്യമാക്കുന്നുണ്ട്. ഡിജിറ്റൽ ഫയലിംഗ്, ഇലക്ട്രോണിക് കോർട്ട് റെക്കോർഡ്, വിർച്വൽ ഹിയറിംഗ് തുടങ്ങിയ ഇന്ന് കേവലം ആശയങ്ങൾ മാത്രമല്ല. ഇന്ത്യൻ കോടതികളിൽ, പ്രത്യേകിച്ചും സുപ്രീം കോടതി അടക്കം ഭരണഘടനാ കോടതികളിൽ അവ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. എന്നാൽ ഇന്നത്തെ കോടതി പ്രവർത്തനങ്ങളുടെ സ്ഥാപന ചട്ടക്കൂട് അത്തരം ആധുനിക സാങ്കേതിക വിദ്യകളെ പ്രയോജനപ്പെടുത്താനാവും വിധം വിപുലീകരിക്കേണ്ടതും അനുയോജ്യമായ നടപടിക്രമം വികസിപ്പിച്ച് ഉൾക്കൊള്ളിക്കേണ്ടതുമുണ്ട്. ഇത് കേവലം സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളലിന്റെ പ്രശ്നമല്ല, മറിച്ച് ഭരണഘടനയും ജനാധിപത്യവും മനുഷ്യാവകാശങ്ങളും ജീവനും കനത്ത വെല്ലുവിളികൾ നേരിടുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നീതിയുടെ പ്രാപ്യത സാർവത്രികമായി ലഭ്യമാക്കാൻ അനിവാര്യമായ ചുവടുവയ്പായിരിക്കും. വൈകുന്ന നീതി ഫലത്തിൽ അതിന്റെ നിഷേധമാണെന്ന ആപ്തവാക്യത്തിന് ഇവിടെ പ്രസക്തിയേറുന്നു.